ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്ക. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ബേബിന്റെ കാര്യമാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ തമ്മിലേല് സോറി പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ബേബിന്റെ കാര്യം ഓൻ പറഞ്ഞ എനിക്ക് ഓൾ പറയാം, പക്ഷെ ഓക്കും പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലേൽ കണ്ടപ്പോ എന്തായാലും മനസ്സിലായിണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾ എടുത്ത് വെക്കണമെന്നുള്ളൂ. ഏട്ടൻ പോണതിന് മുമ്പേ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇത് എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇത് എടുത്ത് വെച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഗൈസ്, ഒഫീഷ്യലി എന്താ പറയേണ്ടത് പറയൂ. ഞാൻ പ്രഗ്നന്റ് ആണ്. വി ആർ പ്രഗ്നന്റ്. പ്രഗ്നന്റ് അല്ല, പ്രഗ്നന്റ്. അതായത് 2 വാലന്മാരുടെ അടുത്തേക്ക് ഒരു മൂന്നാമത്തെ ഒരു വാലൻ വരുന്നുണ്ട് എന്ന് അല്ലേ? അല്ലു തുമ്പി, ജമ്പനും തുമ്പിനും അടുത്തത് എന്ത് വമ്പനാന്ന് അറിയില്ല അല്ലേ? എനിക്ക് ബോയ്സിനെ ഇഷ്ടം, അതുകൊണ്ട് ബോയ്സ് പുറത്തേക്ക് വരുന്നത് ബോയ് ആണ് ഗൈസ്. മോക്ക് ഗേളിനല്ലേ ഇഷ്ടം? ഓക്ക് ഗേളിനെ ഇഷ്ടം, അല്ലുവിന് ബോയിനെ ഇഷ്ടം. അല്ലു എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായാലും ഓക്ക് ഗേളിനെ ഇഷ്ടം. ഗേളിനെ അവള് തല്ലൂല ഗൈസ്. അതായത് അല്ലൂസ് എപ്പോഴും പറയണെന്ന് വെച്ചാൽ അവിടുത്തെ പട്ടി വരെ ഗേളാണ് അമ്മ, എനിക്ക് കളിക്കാൻ ഒരാളും ഇല്ല, അതുകൊണ്ട് ബോയ് വേണം എന്നാണ് കേട്ടോ. എന്താണെങ്കിലും ആരോഗ്യത്തോടെ കൂടി കിട്ടിയാൽ മതി. എന്ത് ചോറ്? അതാ പറയണേ, ചോറാണേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് എന്താണ് അയൺമാനും. സോറി, ഞാൻ അങ്ങനെ വിചാരിക്കും, എനിക്ക് അങ്ങനെ അറിയില്ലല്ലോ മോളെ. അയൺമാനും തോറും ഇവരെ വർത്താനം കേട്ടി നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യില്ല ഗൈസ്. ഓക്കെ, പറയട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനെന്ന് വെച്ചാല് ഞാൻ 3ാമത് പ്രഗ്നന്റ് ആണ്. ഇപ്പം കറന്റ്ലി ഞാൻ 3rd മന്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാം എനിക്ക് 3rd ബേബി പ്ലാൻ ഉണ്ട് എന്നുള്ളത്. കാരണം എല്ലാവരും എൻ്റെ Q&A എപ്പോഴും ചോദിക്കുന്നത്, ചേച്ചി അടുത്ത ബേബി പ്ലാൻ ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് 3 കുട്ടികൾ വേണമെന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു. എസ്പെഷ്യലി എൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങളെ കളിച്ചോളൂ കേട്ടോ. ഒരു മിനിറ്റ്, അമ്മ ഒരു കാര്യം പറയട്ടെ. അപ്പൊ തുമ്പിമോളെ ഡെലിവറി ഇന്ന് ഈ വീഡിയോ ഓടുന്ന എനിക്ക് തോന്നില്ലേ? ഇനി ഒച്ച ഉണ്ടാക്കുന്നവര് പൊട്ടന്മാര്. ഓക്കെ, തന്നെ ആവും. അല്ല അമ്മയല്ല, അപ്പൊ ഒച്ച ഉണ്ടാക്കാതിരിക്കുന്ന ഒരു ബുദ്ധിമാനെ ഒച്ച ഉണ്ടാക്കൂലേ? ഓക്കെ. അപ്പൊ തുമ്പിമോളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞ്, ദൃശ്യ ഗേൾ ബേബി ആണ്, ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എടുത്ത വയ്ക്ക് നോ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മാം വളരെ സഡൻ ആയിട്ട് തന്നെ വെരി ഗുഡ്, നല്ല തീരുമാനമാണ് അത് എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അതെന്താ വെച്ചാല്, ഒന്നാമത് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു ഡെലിവറി സ്റ്റോപ്പ് ചെയ്യരുത്. അതായത് ഭാവിയിലേക്ക് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ധനം എന്ന് പറഞ്ഞാൽ നല്ല സിബ്ലിംഗ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളില്ലെങ്കിൽ ഒരാൾ എപ്പോഴും അവർക്ക് വേണം. അതുകൊണ്ട് 2 ഇതിൽ നിർത്തരുത് എന്നുള്ളത് എന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, എനിക്കും ഉണ്ട് അങ്ങനെ ആഗ്രഹം. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കൊരു ബ്രദർ ഉണ്ട് ഓക്കെ, പക്ഷെ എന്നാലും എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, എനിക്ക് എസ്പെഷ്യലി ഇപ്പൊ അല്ലൊരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ തുമ്പിയുണ്ട്. പക്ഷെ തുമ്പിക്കൊരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഹെയ്സും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എനിക്ക് അങ്ങനെ 3ാമതൊരു ഗേൾ ബേബി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതെന്ത് ഭാവയാണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഞാൻ 3ാമത് പ്രസവിക്കാനുള്ള റീസൺ എനിക്കൊരു പെൺകുട്ടിയുടെ വേണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്നോട് കല്യാണമൊക്കെ ഞാൻ കല്യാണമൊക്കെ എന്നോട് ചോദിച്ചു തന്നിട്ടോ, ഇതിനി ബോയ് ആണെങ്കിൽ ഇനിയും പ്രസവിക്കാം. എന്താണ് ഏട്ടൻ്റെ അഭിപ്രായം? ഇല്ല, അതിനില്ല, കാരണം വയ്യ, ഇവരെയൊക്കെ വളർത്തണ്ടേ. അപ്പോ ഇതോടുകൂടി നിർത്തും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിർത്തും. പക്ഷെ എനിക്കൊരു ഗേൾ ബേബി ആണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളും പ്രാർത്ഥിക്കണേ. ഓക്കെ, അപ്പൊ ഇനി കുറെ കഴിഞ്ഞത് ബോയ് ആണെങ്കിൽ ആ ബോയ് ഇത് കാണൂലേ മോനി? ഞാൻ വെറുതെ പറയാ, പൊട്ടനാവും. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതൊരു പ്ലാൻഡ് ബേബിയാണ്. ബിക്കോസ് എന്നെ അപേക്ഷിച്ച് എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരിതം പിടിച്ച സാധനം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോറും എനിക്ക് ഏജും സീനായി വരും.
അതുകൊണ്ട് തന്നെ പിന്നെ ഇത് 3rd പ്രഗ്നൻസി ആണ്. അപ്പം നമ്മളെ ബോഡി എത്രത്തോളം ഇപ്പം 2 ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ബോഡി അത്യാവശ്യം വീക്കായി ഉണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏജ് ഫാക്ടറും കൂടെ വരുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓക്കെ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, ഏട്ടൻ സീരിയസ് ആക്കിയതാണ്. അതൊന്നും പറയാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു പ്ലാന്റ് ബേബിയാണ്. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. ഇതൊരു ഞങ്ങളുടെ പ്ലാന്റ് ബേബിയാണ്, പക്ഷെ ഇതൊരു അൺപ്ലാന്റ് ബേബിയാണ്. തുമ്പി ഞങ്ങൾക്ക് ഒരു അത്ഭുതമായിരുന്നു. അത് വലിയ ബേബി, അത് അച്ഛമ്മയുടെ ബേബി. അല്ല ഞങ്ങളുടെ പ്ലാന്റ് ബേബിയാണ് കേട്ടോ. ഞങ്ങളുടെ വല്ലാത്ത ഒരു ആഗ്രഹം, അതായത് എനിക്കിങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുക ഭയങ്കര സംഭവമായിട്ട് തോന്നിയൊരു ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എനിക്ക്. അടിയൊക്കെ കിട്ടും, അതൊന്നും ഇല്ലാന്നല്ല പറയണേ. പക്ഷെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ദൈവം അമ്മയ്ക്ക് തന്ന സുത്തു മോനാണ് നീ. തുമ്പി ഞങ്ങൾക്കൊരു മിറാക്കിളായിരുന്നു മോനെ. അല്ലൂസിനെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. എനിക്കിങ്ങനെ കുട്ടികളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടാട്ടോ. അത് പിന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും എനിക്ക് അല്ലൂസിനെ ഇങ്ങനെ അത്രയും ഞാൻ ഡ്രീം ചെയ്തതാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ബേബി അങ്ങനെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടൊരു അബോർഷൻ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മതി ഇനി നമുക്ക് അടുത്ത് നോക്കുന്നതൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നോക്കട്ടെ മോളെ, പ്രതീക്ഷിക്കാതെ വന്ന ഒരു മുതലാണ് ഇത്. പക്ഷെ ഇത് ഞങ്ങൾ പക്കാ പ്രതീക്ഷിച്ച ബേബി തന്നെയാണ്. പിന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? അല്ലാത്തപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ, ഇപ്പൊ എല്ലാവരും പറയാറ് വയറ് കുറഞ്ഞ ചേച്ചി, ഈ വയറ് കുറഞ്ഞ ഇറക്കല്ലേ, വയറ് കുറഞ്ഞ ചേച്ചി, ഈ വയറ് കുറഞ്ഞ ചേച്ചി എന്നാണ് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. എന്നാലും പുറത്തെത്തുമ്പോൾ ചില അമ്മായിമാര് ചോദിക്കും, ഇതേരെ കഴിഞ്ഞില്ലേ, വയറ് ഇനിയും കുറഞ്ഞില്ലേ എന്ന്. പക്ഷെ ഇനി ആരും അങ്ങനെ ചോദിക്കൂലല്ലോ അല്ലേ? ഇവനെന്ത് തലറിഞ്ഞു ഇനി ആരും അങ്ങനെ ചോദിക്കൂല. കാരണം എന്താ, ഇനി വയറില്ലെങ്കിലാണ് എല്ലാവരും ചോദിക്കുക വയറൊന്നും വന്നില്ലല്ലോ എന്ന്. എനിക്ക് എന്തായാലും ആ ചോദ്യം വരില്ല, കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് വയറുള്ളത് കൊണ്ട് ഇതങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ പ്രഗ്നൻസി ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അല്ലൂസിന്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ടിക്ടോക്കിൽ തകർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അന്ന് തൊട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഫുള്ള് ഒരു 9th മന്ത് വരെ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് നടന്ന ഒരാളാണ്. അല്ലൂസിന്റെ സമയത്ത് കുറേ ഞാൻ പിന്നെ 7th to 8th മന്ത് വരെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണൂര് പരിയാരത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തത്. അപ്പോഴാണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയത്. തുമ്പീന്റെ സമയത്തും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു നേരെ റെസ്റ്റ് എടുക്കാതെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് സംതിങ് സ്പെഷ്യലാണ്. തലകറക്കം കിടത്തുക അതന്നെ എന്റെ പരിപാടി. പിന്നെ ഇടയ്ക്ക് വാള് വെക്കാൻ വേണ്ടി പോവും, പക്ഷെ വരില്ല. ഒരു പ്രാവശ്യം വാള് വെച്ചില്ല. ബാക്കിയൊക്കെ ഫുള്ള് ഇങ്ങനെ ലോസ് ചെയ്യാണ്. ഇവിടെ നാട്ടിലുള്ളപ്പോൾ ആളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ എന്റെ കാര്യം. ഇപ്പൊ ഞാൻ മിനിറ്റിൽ 100 വട്ടം വൈശാട്ടാ. പക്ഷെ വൈശാട്ടം പോയി കഴിഞ്ഞാൽ എന്താക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഇപ്പോഴേ പറയാം. ഇവനെ കയ്യിൽ ഏറ്റുവാങ്ങാൻ വൈശാട്ടം വന്നില്ല, ഇവളെ ഏറ്റുവാങ്ങാൻ വൈശാട്ടം വന്നില്ല. പക്ഷെ ഈ കുട്ടീനെങ്കിലും ഏറ്റുവാങ്ങാൻ ഏട്ടൻ വരണം. ഒന്ന്. രണ്ടാമത്തത് പ്രിവിലേജ് അല്ല, എന്റെ ഒരു ആഗ്രഹം. എല്ലാരും ഇപ്പൊ ഇത് അറിഞ്ഞപ്പോ പറയാട്ടോ, വരിക തരിക പോകുക. ഏട്ടനെ പറയുന്ന വരിക തരിക വന്നിട്ടുണ്ട്. അല്ല അങ്ങനെ ഉണ്ട് കേട്ടോ, അതില്ലാന്നല്ല. ഞാനൊരു മെയ് മാസ പുഷ്പമാണല്ലോ ചേട്ടാ, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ സീരിയസ്ലി ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഈ നമ്മളെന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അതല്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലുവിനെ പ്രഗ്നന്റ് ആയിന്ന് ഞാൻ വിളിച്ചു പറയണത് ഏട്ടനോട് ഫോണിലാണ്. ലൈക്ക് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 2 മാസമൊക്കെ ആയപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു. പിന്നെ എന്നെ കാണുന്നത് 9ാം മാസത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, അതും വെറും 10 ദിവസത്തേക്കുള്ള ലീവിന് വന്നു, എന്നെ കണ്ടു. ഞങ്ങൾ കുറച്ച് മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ആ സമയത്തല്ലേ സെറ്റ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പോയി. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോന് 3 മാസമൊക്കെ ആവാൻ നേരത്ത് ആണ് പിന്നെ ഏട്ടൻ വരുന്നത്. അപ്പോഴാണ് മോനെ കാണുന്നത്. തുമ്പീന്റെ പ്രഗ്നൻസി ടൈം ഉടനീളം എന്റെ കൂടെ ഉണ്ടായി. എന്നിട്ട് 28-നായി ഞങ്ങളെ പ്രസവിക്കുന്നെങ്കിൽ 8-ാം തീയതി 20 ദിവസം മുന്നെയാണ് ഏട്ടൻ പോകേണ്ടി വന്നത്. അങ്ങനെ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ തുമ്പീൻ്റെതും ഇതുപോലെ തന്നെ 56 ദിവസമൊക്കെ ആയപ്പോഴാണ് ഏട്ടൻ, കറക്റ്റ് 56 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ ഇവിടെ വന്ന് കാണുന്നത്. അടുത്തതും ഇപ്പം ഡെലിവറി സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് പിന്നെ കുറച്ച് കഴിയും കുട്ടീനെ കാണണമെങ്കിൽ ഇല്ലേ, കുറച്ച് കഴിയേണ്ടി വരും. പക്ഷെ എന്തിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന പിന്നെ ഏട്ടന് പോകാണ്ടിരുന്നൂടെ? പക്ഷെ ജീവിക്കേണ്ട മക്കളെ, അതുകൊണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കഥ.
ഇപ്പം നിലവിൽ ഞാൻ KMCTയിലുള്ള നസീമ ബീവി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനാണ് കാണിക്കുന്നത്. തുമ്പീൻ്റെ ഡെലിവറിയും അവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാം എനിക്ക് കുറേ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിക്കും. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം, എൻ്റെ ഫാമിലി എല്ലാവരും. കാരണം തുമ്പിനെ പ്രസവിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം പോയപ്പോഴും അതൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് ഇന്നെ അറിയുന്ന ഒരാളാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മാമിനെ തന്നെ ചൂസ് ചെയ്തത്. KMCTയിലാണ്. സിസേറിയൻ ആയിരിക്കുമല്ലോ. മോക്കിപ്പം 3 വയസ്സ് കഴിഞ്ഞില്ലേ. അപ്പം ഓളത് സിസേറിയൻ, ഓളെ ഞാൻ സിസേറിയനിലൂടെയാണല്ലോ എനിക്ക് കയ്യിലേക്ക് കിട്ടിയത്. അപ്പം അടുത്തതും സിസേറിയൻ തന്നെ ആയിരിക്കും. പിന്നെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുമല്ലോ. അപ്പം എന്തായാലും അതല്ലേ നല്ലത്. അപ്പം അങ്ങനെ അപ്പം ഒക്കെ മുൻകൂട്ടി ഞാൻ അറിയുന്നു. ഇനി എനിക്ക് ഒരു പ്രാർത്ഥന, ഒരു പ്രശ്നവും ഇല്ലാണ്ട് ബേബിനെ കയ്യിലേക്ക് കിട്ടണം എന്നാണ് ഞാൻ. പിന്നെ ഞാനൊരു വ്ളോഗർ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് കുറേ കാലത്തേക്കൊന്നും എനിക്ക് ഇങ്ങനെ പറയാണ്ടിരിക്കാനൊന്നും കഴിയില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ 2 ദിവസമൊക്കെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ ചേച്ചി വീഡിയോ ഇടാത്തത്, മടിയാണോ അതാണോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും കറക്റ്റ് ടൈമിനൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ ഇതാണ് ഗൈസ്. എനിക്ക് തീരെ വയ്യായിരുന്നു. തീരെ എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, തലകറക്കം, പിന്നെ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. ഫുള്ള് സൈഡായിരുന്നു. എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ തന്നെ മാറി. എന്തിന് തുമ്പിനെ അപ്പി കഴുകാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ മുതലെടുക്കാന്ന് ചിലരുടെയൊക്കെ ധാരണയുണ്ട്. പക്ഷെ സത്യമായിട്ടും ഗൈസ് എനിക്ക് കുറേ കാര്യങ്ങൾ ഭയങ്കര റിസ്ക് ആണ്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ജേർണി എന്താവുന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഓൾറെഡി ഇപ്പോഴേ ഷുഗർ ഉണ്ട്. അതൊരു എന്നാലും ഞാൻ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ട്, അല്ലാത്ത ഷുഗർ ഇതുവരെ ഉള്ളതിലില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല. തുമ്പി വെച്ചുണ്ടാക്കല്ലേ. സ്റ്റാർട്ടിങ്ങിലെ അത്യാവശ്യം ഒരു അളവിലുള്ളത് കൊണ്ട് ഞാൻ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു യൂണിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇൻസുലിൻ ഉണ്ട് ഇപ്പം. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഷുഗറിന്റെ ഒരു പ്രശ്നമാണ് ഉള്ളത്. പക്ഷെ അതൊരു 1.5 പ്രശ്നമാണ്. ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ചിക്കനൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമുള്ളത് മധുരം കഴിക്കാൻ, പക്ഷെ മധുരം കഴിക്കാൻ പറ്റുന്നുമില്ല. പിന്നെ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തു, എന്നാലും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. മക്കളെ നിങ്ങൾ കണ്ടെന്നെ അറിയണം എൻ്റെ വ്ളോഗൊക്കെ. ഇനി ഒരു 3 മാസം കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. എനിക്ക് കറക്റ്റ് ഡെയിലി ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് വരണമെങ്കിൽ എനിക്കൊന്ന് ഓക്കെ ആവണ്ടേ. അതുകൊണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യം. അപ്പൊ തുമ്പി പറഞ്ഞെടുക്ക്. ബേബി എവിടെ ഉണ്ട് പറഞ്ഞെടുക്ക്. എവിടെ ബേബിനെ വിളിച്ചോക്ക്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. തുമ്പി വന്നൊരു ബേബിനോട് വർത്താൻ പറയും രാത്രി ഇല്ല അലിസേ. അപ്പൊ ബേബി ഓളോട് വർത്താനം പറയും. തുമ്പിനോട് ലവ് യു ഒക്കെ പറഞ്ഞില്ല ഒരു ദിവസം ബേബി. പറഞ്ഞ ബേബിനെ വിളിച്ചോക്ക്. ഒരു കേക്കട്ടെ മോളെ വർത്താനം പറയുന്നത്. ഒരോട് പറയും എന്താ പറഞ്ഞത്. ഒരോട് പറഞ്ഞെടുക്ക്. ഐ ലവ് യു ചൂന്ന് തുമ്പിയും പറയില്ലേ. ഓ മൈ ഗോഡ്. തുമ്പി അങ്ങനെ ഒരു ചേച്ചിയായി. തുമ്പി മാത്രല്ല ചെറുപ്പത്തിലെ ഹെയ്സുവും ഒരു ചേച്ചിയായി ഗൈസ്. ഞങ്ങൾ എപ്പോഴും പറയും ഹെയ്സുവിന് ഒരു ബേബിയായി നിൽക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ അമ്മയ്ക്ക് ഒരു റെസ്റ്റ് ഞങ്ങൾ കൊടുക്കില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ലൈക്ക് കുറെ കുട്ടികൾ ഉണ്ടാവണമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചിലപ്പോൾ ചോദിക്കണം എല്ലാവരുടെയും എക്സ്പ്രഷൻ എന്തായിരുന്നു. ലൈക്ക് ഞാൻ ഇത് പറഞ്ഞ സമയത്ത് ആദ്യം ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഈ വീട്ടിലുള്ളവർ മാത്രവും പിന്നെ റീനമ്മയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആരുടെ ഞാൻ പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എനിക്ക് ഷുഗറിന്റെ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൂനോടൊക്കെ പറഞ്ഞു. പിന്നെ ആദ്യമൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഞങ്ങളെ വീട്ടിലുള്ളവർ, അതായത് ഇവിടെ ഉള്ളവരും എൻ്റെ വീട്ടിലുള്ളവരും മാത്രമാണ് അറിഞ്ഞിട്ടുള്ളൂ. വേറെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കാണുന്നവരൊക്കെ നിനക്ക് എന്താ ഒരു സുഖമില്ലാതെ പോലെ, ആ പനിയുണ്ടോ, എന്തോ ഒരു ക്ഷീണം എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ നിങ്ങളെ സ്മരിച്ചിരിക്കുന്നു ഗൈസ്. കമന്റ് ചേച്ചി പ്രഗ്നന്റ് ആണോ? ഞാൻ ഈശ്വര അവരെന്താ കബഡി നടത്തുന്നുണ്ടോ? എന്ത് സംഭവം ഇവരിങ്ങനെ മനസ്സിലാക്കുന്നത്? എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്നെ കണ്ടിട്ടാണോ? എന്നോട് കുറെ പേര് ചോദിച്ചിട്ടോ, നേരിട്ട് കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് എന്തോ വയ്യാത്ത പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റിയതൊക്കെ. എല്ലാവരും മനസ്സിലാക്കൽ കള്ളന്മാർ. അങ്ങനെ കുറച്ച് പേരൊക്കെ അറിഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഇങ്ങനെ വല്ലാണ്ട് മൂടി വെക്കലൊന്നും നടക്കൂല. ഞാൻ നാളെ വീട്ടിൽ കൂടലിന് പോയപ്പം ആരൊക്കെയോ അവിടുന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ അങ്ങനെ
കുറെ പേര് ചോദിച്ചു. അപ്പൊ അമ്മ മനസ്സിലായി കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പിന്നെ പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞു എന്ന് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിഷയം പറയാന്നില്ല തുമ്പി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ എന്താണ് അമ്മ പ്രഗ്നന്റ് ആണ് പറഞ്ഞു തുമ്പി. നമ്മൾ പ്രഗ്നന്റ് ആണെന്നല്ല, അമ്മ പ്രഗ്നന്റ് പെപ്പന്റെ ആണ് ഗൈസ്. എന്താണ് നല്ലോണം പറഞ്ഞു. അമ്മ പ്രഗ്നന്റ് ആണ് ഗൈസ്. പറയും അമ്മ പെപ്പന്റെ ആണ് ഗൈസ്. ഓക്കെ അല്ലൂസ് പറഞ്ഞു കൊടുക്ക. അല്ലൂസേ വേഗം ഒന്ന് പറഞ്ഞു കൊടുക്ക്. പെപ്പന്റെ അല്ല പ്രഗ്നന്റ്. പ്രഗ്നന്റ് ഉറക്കെ പറഞ്ഞു കൊടുക്ക്. പ്രഗ്നന്റ് ആണ് ഗൈസ്. ഓക്കെ അമ്മ പ്രഗ്നന്റ് അല്ല വേണ്ട ഗർഭിണി. അമ്മേ ഗർഭിണി അല്ല ഉമ്മി പറഞ്ഞ ഗർഭിണിയാണ്. എന്ത് പറഞ്ഞോടുത്തേ. അപ്പൊ ഗൈസ് ഞങ്ങക്ക് ബേബി ഉണ്ടാവാൻ പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പറഞ്ഞോടുക്ക്. തുമ്പിയും പ്രാർത്ഥിക്കും ഗൈസ്. തുമ്പി പ്രാർത്ഥിക്കും പറയും. പറഞ്ഞു കൊടുത്തു എന്തോ ഉഷാറില്ലാത്ത പ്രാർത്ഥിക്കായിരുന്നോ? ആ ഓ സോറി ഗൈസ്, ഓൾ പ്രാർത്ഥിക്കായിരുന്നു. ഓക്കെ അപ്പൊ നമ്മള് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അല്ലെ. അപ്പൊ അല്ലൂസ് ഒരു വലിയേട്ടനായത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തുമ്പി ചേച്ചി ഒരു വലിയ ചേച്ചിയായത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഹെയ്സ് ഒരു കുഞ്ഞു ചേച്ചിയായത് നിങ്ങളെ അറിയിക്കുകയാണ് അല്ലെ. അമ്മ വീണ്ടും അമ്മ തന്നെയാ, വലിയ അമ്മയൊന്നല്ലല്ലോ, വല്യമ്മയായതാണല്ലോ. അപ്പൊ എല്ലാരും സെറ്റായി അല്ലേ തുമ്പി? ഇനി അല്ലൂസിന്റെ ഒരേ ഒരു ഡൗട്ട്, ഇനി അടുത്ത ബേബി വന്ന അച്ഛൻ എന്ത് ചെയ്യും? അച്ഛന്റെ ഒരു കയ്യിൽ തുമ്പി ഒരു കയ്യിൽ അല്ലു ആണ് കിടക്കല്. അപ്പൊ ബേബീനെ എന്ത് ചെയ്യുന്നു? അപ്പൊ അല്ലൂസ് തന്നെ പറഞ്ഞു കൊടുക്കാണ്, അച്ഛനൊരു കാര്യം ചെയ്യും, ഒരു കയ്യിൽ തുമ്പീനെയും ഒരു കയ്യിൽ ബേബീനെയും കിടത്തിക്കാൻ അച്ഛന്റെ കുമ്പേല് കിടന്നോളാന്ന്. അങ്ങനെ അല്ലുട്ടൻ അതിനെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയില്ലേ. എന്നിട്ട് ഞാനതല്ല കേട്ടോ, ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ് ഇത് ആരെടുത്തും പോയി പറയരുതെന്ന്. ദിവസവും അല്ലൂസ് ഇവിടെ വന്നിട്ട് പറയും, അമ്മേ ഞാൻ മാമിന്റെ അടുത്ത് പോലും ഇത് പറഞ്ഞിട്ടില്ല, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരുടെ അടുത്ത് ഇത് പറയില്ലാന്ന്. തുമ്പി ആരെ കണ്ടാലും അപ്പ എന്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ ചോദിക്കും, അമ്മേന്റെ കുമ്പേര് ബേബി ഉള്ളത് ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ കണ്ണോട് കാണിക്കുമ്പോൾ ഓക്കെ ഓക്കെ പറയും. അങ്ങനെ ഇവർ ഈ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഇവരെ ലൈവിലൊന്നും അങ്ങനെ കൊണ്ടുവരാഞ്ഞ്. കാരണം ഇവരെ എപ്പോഴാ വിളിച്ച് പറയാന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ബുദ്ധിമതി എന്റെ മോള്, ബുദ്ധിമതി. ആരാണ് ബുദ്ധിമതി? ആ മനസ്സിലായോ? ഇതിന് വൈശാട്ടനായി പറയില്ലല്ലോ അല്ലേ. ഞാൻ ആരോട് അങ്ങനെ പറഞ്ഞില്ല, ഒരാളോട്. ആ ഏട്ടന്റെ ഫ്രണ്ട് കണ്ടാൻ പാടുന്നതാണ് ചോദിച്ചല്ലേ ഏട്ടനോട്. അങ്ങനെ അറിയാമോ? അങ്ങനെ പറഞ്ഞു അതന്നെ. അപ്പൊ അങ്ങനെ കുറച്ച് പേര് അറിഞ്ഞു എന്നല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാവരോടും അറിയിച്ചിരിക്കുന്നു. ഓക്കെ അപ്പോൾ ഇനി വരും വ്ളോഗുകൾ നിങ്ങൾ ഈ ഗർഭിണിയെ കാണുന്നതായിരിക്കും. വ്ളോഗ് എടുക്കാൻ എനിക്ക് പറ്റണേന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഗൈസ് ഇതാണ് സംഭവം. ആക്ച്വലി ഇതും ഒരു കോമഡിയാണ് കേട്ടോ. ഞങ്ങൾ പ്ലാൻഡ് ആയതുകൊണ്ട് എനിക്ക് പീരീഡ്സ് മിസ്സായപ്പോൾ ഞങ്ങൾ നോക്കിയായിരുന്നേ. അപ്പൊ 2-3 എണ്ണമൊക്കെ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ തന്നെ ലൈറ്റ് ലൈനാണ് വന്നത്. അല്ലൂസിനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ വീക്ക് പ്രഗ്നൻസി ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേയിൽ നോക്കി, അതിന്റെ നെക്സ്റ്റ് ഡേയിൽ നോക്കി ഒക്കെ വീക്കായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡാർക്ക് കളർ വന്നു അല്ലേ. അങ്ങനെ നമ്മൾ പോസിറ്റീവ്. എന്താണ് സുബി പറഞ്ഞോട്ടെ? പോസിറ്റീവ് കേട്ടോ ഗൈസ്, ഞങ്ങൾ പോസിറ്റീവ് ആണ്, പോസിറ്റീവ്. അപ്പൊ ഓക്കെ ഗൈസ് പറയ്, അമ്മ പ്രഗ്നന്റ് ആണ്. അച്ഛനോ? അച്ഛൻ പറയല്ലേ, പ്രഗ്നന്റ് എന്നാ പറയാ. അച്ഛനും പെപ്പന്റെ ആണ്, അമ്മയും പെപ്പന്റെ ആണ്, അച്ഛനും പെപ്പന്റെ ആണ് അല്ലേ പൊന്നാ. അങ്ങനെ നൈസായിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട പറയും. ഹമേ ഞാനിനി ആലോചിക്കുന്നതൊന്നല്ല അല്ലെ. ഈ 2 എണ്ണത്തിനെ കൊണ്ടുതന്നെ ഞാൻ തലയിൽ ഇങ്ങനെ പുക മാറി നിൽക്കാൻ അടുത്ത നാളെ രസം ഉണ്ടാവില്ല വൈശേട്ടാ. വൈശേട്ടന് അടുത്തൊരു തീരുമാനമാവും. നല്ലൊരു രസമല്ലേ ഇതൊക്കെ അല്ലേ? വേണ്ടേ? രസല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നട്ടപ്പാതിരി കേൾക്കുന്ന വീഡിയോ ആണ്. ഇനി എല്ലാവർക്കും ഉറങ്ങാനുള്ള ഒരു സമയമൊക്കെ ആയി തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ വിശേഷം എന്തെങ്കിലും അറിയണമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമുക്ക് വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറയാം അല്ലേ.
ഓക്കെ അല്ലു ഇതിനും ഇങ്ങനെ തന്നെ അല്ലു നോക്കണം. അപ്പൊ നമുക്ക് അതിന്റെ പറയാം. ഓക്കെ ഗായ്സ്, ഹാപ്പി ആയില്ലേ ചോക്കി? നീ ഹാപ്പി ആയോ? ബേബി ആയാലും നിനക്ക് ഹാപ്പി അല്ലേ? വലിയേട്ടനാണ് ഗൈസ്. ഇതും കൂടെ പെൺകുട്ടിയായാലും മറ്റേ ആയിഷാട്ടെ അല്ല വൈശാട്ടൻ അല്ലൂസ് നടക്കൂ. പെങ്ങന്മാരൊക്കെ സൈഡിലായിട്ട് ഇങ്ങനെ അല്ലൂസ് നടത്തൂ അല്ലേ? ഏട്ടാ മോനെ ഈ ആരായി പോയി. അവസാനം ഈ പെൺകുട്ടികൾ എല്ലാരും പാടെ അവനെ ഇട്ടിട്ട് സൈഡാക്കൂലേക്കും. വൈശാഖേട്ടാ കളിക്കല്ല അങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഞങ്ങൾ ഇത് വെച്ചിട്ട് ടാറ്റ പറ്റാറ്റോന്ന് തുമ്പി ടാറ്റ പറയേ. ബൈ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. വത്തയല്ല അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സന്തോഷായോ? തുമ്പിക്ക് സന്തോഷായോ? സന്തോഷായി? ഓക്കെ ഗൈസ്. ഹാപ്പി. അല്ലൂസ് ഹാപ്പി, തുമ്പിക്ക് സന്തോഷം. തുമ്പി ഹാപ്പി. പൈസ കേട്ട് ഡബിൾ ഹാപ്പി, ട്രിപ്പിൾ ഹാപ്പി. ട്രിപ്പിൾ ഹാപ്പി. അങ്ങനെയൊക്കെ വാങ്ങി. ഇനി അടുത്ത കൂടെ നന്നായി വാങ്ങട്ടെ. ഓക്കെ ഗൈസ്, ബൈ.